ഈ ജമാഅത്ത് നമസ്കാരത്തിൽ തന്നെ ഇമാമ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാമ് നിൽക്കാൻ ആർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇമാമ് നിൽക്കാൻ അർഹനായിട്ടുള്ള ഒരാൾ? അതുപോലെ ഇമാമ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഹദീസിൽ വന്നതനുസരിച്ച് അഖ്റഉക്കും ലിൽ ഖുർആൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖുർആൻ അറിയുന്നത് ആരാണ് അവർക്കാണ് യോഗ്യത. ഖുർആൻ അറിയുന്നവരും പാണ്ഡിത്യവും ഉള്ളവർ ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും യോഗ്യത. ആലിമും ആണ് ഹാഫിളും ആണ് എങ്കിൽ അവർക്കാണ് ഏറ്റവും യോഗ്യത. ഇതിൽ യോഗ്യത ഇതിലെല്ലാവരും തുല്യമായ പിന്നെ പ്രായം കൂടുതലുള്ളവർക്ക് പ്രായവും പാണ്ഡിത്യവും പക്വതയും ഇതൊക്കെ ഉള്ള ആളുകൾ. ഒരു ഹാഫിളായ ഒരു കുട്ടി നിസ്കാരമൊക്കെ അറിയുന്ന കുട്ടിയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഹിഫുളൊന്നുമില്ല. നിസ്കാരത്തെ സംബന്ധിച്ച് അറിയാമെങ്കിലും ഈ കുട്ടിക്ക് ഹിഫുളും ഉണ്ട്, നന്നായിട്ട് ഓതാനും അറിയാം എങ്കിൽ ആ കുട്ടിയാണ് നിൽക്കേണ്ടത്. സാധാരണ വലിയൊരു നേതാവ് ഉണ്ടാവും, നേതൃത്വത്തിലുള്ള ആളുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ അത്ര വലിയ കാര്യമായിക്കൊള്ളണമെന്നില്ല, ഖുർആൻ നന്നായിട്ട് അത്ര രീതിയിലൊക്കെ ഓതാൻ കഴിയുന്ന ആളാണ്. പക്ഷെ നമ്മള് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ? അപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. ഒരു വീക്ഷണപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റഉക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവർ തന്നെയാണ് നിൽക്കേണ്ടത്. എന്നാൽ അലമുക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരമുള്ള, പിന്നെ നേതൃത്വമുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഏറ്റവും ശരി, അതിൽ പ്രബലം കൂടുതൽ ഖുർആൻ അറിയുന്നവരെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നമുക്ക് ഉമർ ഖത്താബ് പള്ളിയിൽ ഇമാം ആയിരുന്നില്ല, അദ്ദേഹം വേറെ 2 സഹാബിമാരെ തറാവീഹിനൊക്കെ നിർത്തിയത് നമുക്കറിയാമല്ലോ. എന്നാൽ അവരൊക്കെ ഇമാമ് നിൽക്കാറുണ്ട്, ഖത്തീബും ഇമാമും ഒക്കെ അവരാവാറുണ്ട്. പക്ഷേ വലിയ ഖിറാഅത്തോടു കൂടി നിസ്കരിക്കുന്ന തറാവീഹിന് അവർ നിർത്തിയത് 2 പേരാണ്. അങ്ങനെ നിർത്തിയാലും ശരിയാവും എന്നതിനൊരു തെളിവ് കൂടിയാണത്. അപ്പോൾ നേതാവിനെ ഇമാമാക്കുക എന്നത് ഒരു പാടില്ലാത്ത കാര്യമൊന്നല്ല. ഒരു കാര്യം, അദ്ദേഹം ഖുർആൻ ഓതാനും നമസ്കാരത്തെ സംബന്ധിച്ചും അറിവുള്ള ആളായിരിക്കണം. അപ്പോൾ പിന്നെ നേതാവായ ആളുകളെ മുന്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല.